Good morning, children. Welcome to today's English time. Today we are dealing with a poem in the unit Nature's Plenty. Echoing Green. It's a poem written by William Blake. It's also a celebration of nature. പ്രകൃതിയുടെ സൗന്ദര്യം വെളിവാക്കുന്ന ഒരു പോയമാണിത്. The poet describes the merry-making children in the lap of nature. And in the poem, we can also see an old man. He watches the children playing and he remembers his childhood days and he laughs away his tiredness or weariness. ഈ പോയത്തില് പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ കളിച്ചുല്ലസിക്കുന്ന കുറെ കുട്ടികൾ, അവരെ കണ്ട് ആസ്വദിക്കുകയും അവരുടെ കളികൾ കണ്ട് അവരുടെ കുട്ടിക്കാലം ഓർത്തെടുക്കുന്ന കുറെ ഓൾഡ് പീപ്പിളിനെയുമാണ് ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പോയറ്റ്. ഈ പോയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ മീനിങ്സും അതിനായിട്ട് ചേർന്നുള്ള ആക്ടിവിറ്റീസും കൂടെ ചേർത്താണ് ഈ വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക. ആക്ടിവിറ്റീസ് എഴുതത്തക്കവണ്ണം ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടത് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക. ആക്ടിവിറ്റീസ് നിങ്ങൾ തന്നെ എഴുതുക. The echoing green. The sun does arise and make happy the skies. The merry bells ring to welcome the spring. The skylark and the thrush, the birds of the bush sing louder around to the bell's cheerful sound, while our sports shall be seen on the echoing green. The echoing green. What is echo? Echo എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, ദ ഡിസ്റ്റിങ്ക്ലി ഹേർഡ് റിഫ്ലക്റ്റഡ് സൗണ്ട്. നമ്മൾ പറയുന്ന ശബ്ദം ഒന്നുകൂടെ നമ്മൾ തിരിച്ച് കേൾക്കുക, അതാണ് ഇക്കോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ന്യൂലി ബിൽറ്റ് ബിൽഡിങ്ങിനകത്ത് നിന്നാല് നമുക്ക് നമ്മൾ പറയുന്ന ശബ്ദം ശരിക്കും തിരിച്ച് കേൾക്കാൻ പറ്റും, അതാണ് ഇക്കോ എന്ന് പറയുന്നത്. ഇക്കോയിങ് ഗ്രീൻ. ഹിയർ എ ഗ്രാസ് ലാൻഡ് ഈസ് ഇക്കോയിങ്, പ്രതിധ്വനിക്കുന്ന പച്ച എന്നാണ്. The sun does arise and make happy the skies. The merry bells ring to welcome the spring. The sun rises up and the sky becomes happy. സൂര്യൻ ഉദിച്ചു, ആകാശം സന്തോഷിച്ചു. The rising sun makes the sky bright. ഉദയസൂര്യൻ ആകാശത്തെ നല്ല പ്രകാശപൂരിതമാക്കി. The bells ring to welcome the spring. സ്പ്രിംഗ് സീസണിനെ വരവേൽക്കാനായിട്ട് മണിയൊച്ച കേട്ടു. ബെൽസ് റിംഗ്, മണി മുഴങ്ങി. ടു വെൽക്കം ദ സ്പ്രിംഗ്, സ്പ്രിംഗ് സീസണിനെ വരവേൽക്കാനായിട്ട് മണി മുഴങ്ങി. സ്പ്രിംഗ്, we know that there are 4 seasons: summer, winter, autumn and spring. This spring season is the most beautiful season. It is a time of joy. ഏറ്റവും മനോഹരമായ സീസണാണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. സ്പ്രിംഗ് ഈസ് ദ സീസൺ ഓഫ് ഫ്ലവേഴ്സ്. പൂക്കളുടെ കാലമാണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. The skylark and thrush, the birds of the bush sing louder around to the bell's cheerful sound. Skylark, thrush, ഇതൊക്കെ സിംഗിങ് ബേർഡ്സ് ആണ്. These birds fly around and they sing aloud in tune with the ringing bells. ഈ മണിയൊച്ചയ്ക്കൊപ്പം ഈ പക്ഷികളും പാടി. While our sports shall be seen on the echoing green. The children start their sports. കുട്ടികള് ആ ഗ്രീൻ ഫീൽഡിൽ കളിക്കാൻ തുടങ്ങി. They run and shout in the grassland. അവര് അവിടെ എല്ലാം ഓടി ബഹളം വെച്ച് കളിച്ചു. And their shouts echo on the green field. അതാണ് ഓൺ ദ ഇക്കോയിങ് ഗ്രീൻ എന്ന് പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ. അപ്പൊ വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ദ ഇക്കോയിങ് ഗ്രീൻ സജസ്റ്റ്? ഇക്കോയിങ് ഗ്രീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് ധ്വനിപ്പിക്കുന്നത്? ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ ലാപ്പ് ഓഫ് നേച്ചർ വിച്ച് ഈസ് ഗ്രീൻ ഇൻ കളർ. ദ ഷൗട്ട് ഓഫ് ചിൽഡ്രൻ ഇക്കോസ് ഓൺ ദ ഗ്രീൻ ഗ്രാസ് ലാൻഡ്. കുട്ടികളുടെ ഈ ബഹളം ഗ്രീൻ ഗ്രാസ് ലാൻഡില് പ്രതിധ്വനിച്ചു. അതാണ്
ദ ഇക്കോയിങ് ഗ്രീൻ എന്ന് പറയുന്ന എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ ലാപ്പ് ഓഫ് നേച്ചർ. ദ ഷൗട്ട് ഓഫ് ചിൽഡ്രൻ ഇക്കോസ് ഓൺ ദ ഗ്രീൻ ഗ്രാസ് ലാൻഡ്. കുട്ടികളുടെ ശബ്ദം ആ പച്ച മൈതാനത്ത് പ്രതിധ്വനിച്ചു. ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലാഫ് അവേ കെയർ സിറ്റിംഗ് അണ്ടർ ദ ഓക്ക് എമംഗ് ദ ഓൾഡ് ഫോക്ക്. They laugh at our play, and soon they all say, such were the joys when we all, girls and boys, in our youth time were seen on the echoing green. Old John with white hair does laugh away care, sitting under the oak among the old folk. Old folk meaning old people. There are some old people sitting under the oak tree. ഒരു ഓക്ക് ട്രീയുടെ ചുവട്ടില് കുറെ പ്രായമായ ആളുകൾ ഇരിപ്പുണ്ട്. വൺ എമംഗ് ദം ഈസ് ഓൾഡ് ജോൺ. അതിലൊരാളാണ് വൃദ്ധനായ ജോൺ. ഹി ഹാസ് വൈറ്റ് ഹെയർ. ഹി വാച്ചസ് ദ പ്ലേയിങ് ചിൽഡ്രൻ. അദ്ദേഹം ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുന്നു. ആൻഡ് ഹി ട്രൈസ് ടു ലാഫ് അവേ ഹിസ് വറീസ്. ഹി ട്രൈസ് ടു ഫോർഗെറ്റ് ഹിസ് വറീസ്. ഈ കുട്ടികളെ കണ്ട് അദ്ദേഹത്തിന്റെ ദുഃഖങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു. ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലാഫ് അവേ കെയർ സിറ്റിംഗ് അണ്ടർ ദ ഓക്ക് എമംഗ് ദ ഓൾഡ് ഫോക്ക്. സോ ഈസ് ഓൾഡ് ജോൺ ഹാപ്പി? യെസ്, ഹി ഈസ് വെരി ഹാപ്പി. വിച്ച് ലൈൻ സജസ്റ്റ് ദാറ്റ് ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലാഫ് അവേ കെയർ? ആ ലൈൻസ് ആണ് ഓൾഡ് ജോൺ ഹാപ്പിയാണ് എന്നുള്ള ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ദേ ലാഫ് അറ്റ് അവർ പ്ലേ ആൻഡ് സൂൺ ദേ ഓൾ സേ സച്ച് വേർ ദ ജോയ്സ് വെൻ വി ഓൾ ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ അവർ യൂത്ത് ടൈം വേർ സീൻ ഓൺ ദ ഇക്കോയിങ് ഗ്രീൻ. ദ അതർ പീപ്പിൾ ആർ ഓൾസോ വാച്ചിങ് ദ പ്ലേയിങ് ചിൽഡ്രൻ ആൻഡ് ദേ സെഡ് ദാറ്റ് സച്ച് വേർ ദ ജോയ്സ്. ഇങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുടെ സന്തോഷവും. വെൻ വി ഓൾ ഗേൾസ് ആൻഡ് ബോയ്സ്. വെൻ വി വെയർ ബോയ്സ് ആൻഡ് ഗേൾസ് വി പ്ലേഡ് ഓൺ ദിസ് ഗ്രാസ് ലാൻഡ് ആൻഡ് വി എൻജോയ്ഡ് ഇൻ ദ സെയിം വേ. ഇതേപോലെ തന്നെ ഞങ്ങൾ കളിച്ച് രസിച്ചിട്ടുണ്ടെന്ന്. ഇൻ അവർ യൂത്ത് ടൈം വേർ സീൻ ഓൺ ദ ഇക്കോയിങ് ഗ്രീൻ. ദേ ഓൾസോ സ്പെൻഡ് ദെയർ യൂത്ത് ടൈം ആൻഡ് ചൈൽഡ്ഹുഡ് ഓൺ ദിസ് green field. Till the little ones weary, no more can be merry. The sun does descend and our sports have an end. Round the laps of their mother, many sisters and brothers, like birds in their nest, are ready for rest, and sport no more seen on the darkening green. Till the little ones weary, no more can be merry. The sun does descend and our sports have an end. It was sunset, Sandhyai. The children are very tired. The little ones are weary. Weary meaning tired എന്നാണ്. കുട്ടികളെല്ലാം ക്ഷീണിതരായി. No more can be merry. As the children are tired, the children are not making merry. കുട്ടികൾക്ക് ആഹ്ലാദമൊക്കെ ഇല്ലാതായി. Because they are very tired. Why are the little ones no more merry? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് കൂടുതൽ സന്തോഷമില്ലാത്തത്? The little ones are no more merry because they are tired. They played till the sunset. സന്ധ്യ വരെ കളിച്ചു. So they end their sports. അതുകൊണ്ട് അവർ ക്ഷീണിതരായതുകൊണ്ട് അവരവരുടെ കളിയൊക്കെ അവസാനിപ്പിച്ചു. Around the laps of their mother, many sisters and brothers, like birds in their nest, are ready for rest. Here, the poet compares the children to birds. പക്ഷികളോടാണ് ഉപമിക്കുന്നത്. We know that birds return to their nest in the evening or in the sunset. Sunset ചെയ്യുമ്പം birds എല്ലാവരുടെ കൂടുകളിലേക്ക് തിരിച്ചു വരും. Like birds, the children are returning to their mother or to their houses and take rest in their mother's lap. കുട്ടികള് വീട്ടിലേക്ക് തിരിച്ചുപോയി അമ്മമാരുടെ മടിയിൽ വിശ്രമിക്കുകയാണ്. And spot no more seen on the darkening green. As the sun set, there is no light in the green field.
സൺസെറ്റ് ചെയ്തു. ഗ്രീൻ ഫീൽഡിൽ എല്ലാം ഇരുട്ട് വരുന്നു. സോ ദ ചിൽഡ്രൻ സ്റ്റോപ്പ് ദെയർ പ്ലേ. നൗ ദർ ഈസ് നോ മോർ സ്പോട്ട് ആൻഡ് നോ മോർ സൗണ്ട്. ദ ഡാർക്ക്നെസ് സ്പ്രെഡ് ഓൺ ദ ഗ്രീൻ ഫീൽഡ്. വാട്ട് ഇഫക്റ്റ് ഡസ് ദ ഡിസെൻഡിങ് സൺ ഹാവ് ഓൺ സ്പോർട്സ്? അതായത് അസ്തമിക്കുന്ന സൂര്യൻ സ്പോർട്സിന് എന്ത് ഫലമാണ് ഉളവാക്കുന്നത്? ആസ് ദ സൺ ഡിസെൻഡ്സ് ഓർ സെറ്റ്സ്, സൂര്യൻ അസ്തമിച്ചപ്പോൾ ഡാർക്ക്നെസ് സ്പ്രെഡ് ഓൺ ദ ഗ്രീൻ ഫീൽഡ്. ദിസ് മേക്ക് ദ ചിൽഡ്രൻ ടു പുട്ട് ആൻ എൻഡ് ടു ദെയർ സ്പോർട്സ്. കുട്ടികൾ അവരുടെ കളി അവസാനിപ്പിക്കുന്നു. വേർ ഡു ദ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ടേക്ക് റെസ്റ്റ്? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എവിടെയാണ് റെസ്റ്റ് എടുക്കുന്നത്? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ടേക്ക് റെസ്റ്റ് ഇൻ ദ ലാപ്സ് ഓഫ് ദെയർ മദേഴ്സ്. അമ്മമാരുടെ മടിയിൽ. വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ ബൈ ദ ഡാർക്കനിങ് ഗ്രീൻ? ഡാർക്കനിങ് ഗ്രീൻ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബൈ ഡാർക്കനിങ് ഗ്രീൻ ദ സ്പീക്കർ മീൻസ് ദാറ്റ് ദ സൺസെറ്റ് ആൻഡ് ഡാർക്ക്നെസ് സ്പ്രെഡ് ഓൺ ദ ഗ്രീൻ ഫീൽഡ്. ഇറ്റ് ഇസ് ദ ക്ലോസിംഗ് ഓഫ് എ ഡേ. നമുക്ക് ഈ ലെസന്റെ ആക്ടിവിറ്റീസ് കൂടെ നോക്കാം. ഫസ്റ്റ് വൺ, read the following lines from the poem The Echoing Green. The sun does arise and make happy the skies. The merry bells ring to welcome the spring. The skylark and thrush, the birds of the bush sing louder around to the bell's cheerful sound, while our sports shall be seen on the echoing green. Here, in line 6, sixth line, the sound of the letter B is repeated. Birds of the bush, B is repeated. In the ninth line, the letter S, sports shall be seen. Sound of letter S is repeated. Such a repetition is called alliteration. Alliteration is a poetic device. മലയാളം ശബ്ദ ആവർത്തനം എന്ന് പറയും. It is the use of same sound, especially consonant letters ആണ്. A, E, I, O, U. ഇത്രയും ലെറ്റേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ളതാണ് കൺസോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കൺസോണന്റ് ലെറ്റേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്തു വരുന്നത്. ദ യൂസ് ഓഫ് സെയിം സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് അഡ്ജസന്റ് ഓർ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ്. അടുത്തടുത്തുള്ള വാക്കുകളിൽ സെയിം ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്തു വരിക. അതിനെ പറയുന്ന പേരാണ് അലിറ്ററേഷൻ. നൗ ഐഡന്റിഫൈ ദ ഇൻസ്റ്റൻസ് ഓഫ് അലിറ്ററേഷൻ ഇൻ ദ ലൈൻസ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. The swimmers swam and searched the sea. Special seashells hid beneath the sand. Children catch small creatures and set them free, screaming, splashing and skipping to the land. In the first letter, which is a letter repeated. Yes, swimmers, swam, searched, sea. Letter S is repeated. Second, special seashells hid beneath the sand. Here also S is repeated. Children catch small creatures and set them free, which is a letter repeated here, C. Children catch creatures. And the fourth line also S is repeated. S, screaming, splashing and skipping. Read the following line from the poem The Echoing Green. Old John with white hair does laugh away care, sitting under the oak among the old folk. They laugh at our play, and soon they all say, such were the joys when we all girls and boys in our youth time were seen on the echoing green. Here the two words, hair and care, they end in the same sound. Same sound lanadante hair, care. They are called rhyming words. Rhyme, the use of words in a poem that have the same sound, especially at the end of line. ഒരു ലൈനിന്റെ എൻഡില് സെയിം സൗണ്ട് ഉള്ള ലെറ്റേഴ്സ് എൻഡ് ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് റൈം സ്കീം എന്ന് പറയും. ഹിയർ ദ വേർഡ്സ് ഹെയർ ആൻഡ് കെയർ ആർ റൈമിംഗ്. നിങ്ങൾ നഴ്സറിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് റൈമിംഗ് വേർഡ്സ്. ദെൻ വിച്ച് ആർ ദ അതർ റൈമിംഗ് വേർഡ്സ്? Oak. Let us circle that words. Oak and folk. Play, say. Joys,
boys. Seen green. They are the rhyming words. Third activity. An old man with white hair sitting under the oak tree. Young girls and boys at play. Etc. are the visual images that come to our mind when we read the second stanza of the poem. പോയതിന്റെ സെക്കൻഡ് സ്റ്റാൻസ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറെ ഇമേജസ് ആണ്. An old man with white hair sitting under the oak tree. ഓക്ക് ട്രീയുടെ ചുവട്ടിലിരിക്കുന്ന ഒരു ഓൾഡ് മാൻ വിത്ത് വൈറ്റ് ഹെയർ, നരച്ച മുടിയുള്ള ഒരു പ്രായമായ മനുഷ്യൻ ഓക്ക് ട്രീയുടെ താഴെ ഇരിക്കുന്നു. Then യങ് ഗേൾസ് ആൻഡ് ബോയ്സ് അറ്റ് പ്ലേ. ഗേൾസ് ആൻഡ് ബോയ്സ് കളിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ദൃശ്യാനുഭവങ്ങളാണ്, വിഷ്വൽ ഇമേജസ് ആണ്. അതേപോലെ ഈ തന്നിരിക്കുന്ന ലൈൻസ് വായിച്ചിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന വിഷ്വൽ ഇമേജസ് ഏതൊക്കെയാണെന്ന് എഴുതണം. The sun does rise and make happy the skies. The merry bells ring to welcome the spring. The skylark and thrush, the birds of the bush sing louder around to the bell's cheerful sound. While our sports shall be seen on the echoing green. ഇത്രയും വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ വന്ന ആ ഇമേജസ് എന്തൊക്കെയാണ്? The sun does rise. The rising sun. ഉദയ സൂര്യൻ. Then the skylark and thrush. സ്കൈലാർക്ക്, ത്രഷ് ഇതൊക്കെ ബേർഡ്സ് ആണ് നമുക്കറിയാം. അപ്പം സ്കൈലാർക്ക്, ത്രഷ് എന്ന് കേൾക്കുമ്പം ആ പക്ഷികളുടെ ഒരു ചിത്രം. ദെൻ ബേർഡ്സ് ഓഫ് ദ ബുഷ്, കുറ്റിക്കാടുകളിലിരിക്കുന്ന പക്ഷികൾ. ദെൻ സ്പോട്സ് ഓൺ ദ ഇക്കോയിങ് ഗ്രീൻ, കുട്ടികൾ ആ ഗ്രീൻ ഗ്രാസ് ഫീൽഡിൽ കളിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന വിഷ്വൽ ഇമേജസ് ആണ്. ഓക്കെ, ഇതോടുകൂടി ഈ ഇക്കോയിങ് ഗ്രീൻ എന്ന് പറയുന്ന പോയം തീർന്നിരിക്കുകയാണ്. അതിന്റെ പോയത്തിന്റെ ഡിസ്ക്രിപ്ഷനുണ്ട്, ആക്ടിവിറ്റീസും എല്ലാം പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ശ്രദ്ധിച്ചു കാണുക.